ലൈനാണുള്ളത്. നമ്മളിപ്പോ ഓടിക്കുന്നത് ലാസ്റ്റ് ട്രാക്കിലാ, സ്പീഡ് ട്രാക്കില്. എപ്പോഴും എന്ത് ചെയ്യാ, നമ്മള് നടുക്കുള്ള ലൈനിൽ പോവാം. ആ ട്രാക്ക് എന്ത് ചെയ്യാ, ആർക്കെങ്കിലും ഓവർടേക്ക് ചെയ്യാനോ പെട്ടെന്ന് പോകേണ്ട വണ്ടിക്കൊക്കെ വേണ്ടിട്ട് മാറ്റിയിടാം. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാം, ആ ലൈനിലേക്ക് കയറാം. അത് കഴിഞ്ഞാൽ തിരിച്ച് ഇൻഡിക്കേറ്റർ ഇടണം. എപ്പോഴും ഇൻഡിക്കേറ്റർ ഇടാം. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പിറകിൽ വരുന്ന വണ്ടിക്ക് ഒരു വാർണിംഗ് കൊടുക്കുക. അതായത് ഞാൻ റോഡ് ചേഞ്ച് ചെയ്യാൻ പോവാണെന്നുള്ളത്. എപ്പോഴും ഏത് സൈഡിലേക്ക് മാറാണേലും എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം സെൻട്രൽ മിറർ നോക്കുക. ബാക്കിൽ വണ്ടി ഉണ്ടോ, ഏകദേശം എത്ര ദൂരത്താണ്, നമ്മൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നതിനുള്ളിൽ അയാളും അങ്ങോട്ട് മാറുന്നുണ്ടോ, അതൊക്കെ നോക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്, റൈറ്റ് സൈഡ് മിറർ നോക്കുക, വണ്ടി ഉണ്ടോ നോക്കുക. ചിലപ്പോൾ ഇതിൽ വണ്ടി കാണൂല, നമ്മള് ഈ മിററിൽ ചിലപ്പോൾ വണ്ടി കാണൂല. ഇതാ ഇപ്പൊ ഒരു വണ്ടി പോയില്ലേ, അത് നമ്മളെ വണ്ടിന്റെ ഏകദേശം ഇതിന്റെ ഈ ഹെഡ്ലൈനിന്റെ തൊട്ട ബാക്കിലാണ് വണ്ടിയെങ്കിൽ അത് ഈ മിററിൽ കാണൂല. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ലൈന് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സെൻട്രൽ മിറർ നോക്കുക, ഏത് സൈഡിലേക്കാണ് മാറേണ്ടത് ആ മിറർ നോക്കിയതിന് ശേഷം ഹെഡ് ചെക്ക് ചെയ്യാം. അതായത് തല ഒന്ന് ചെറിയ തിരിച്ചിട്ട് വേഗം നോക്കുക, നോക്കിയിട്ട് വണ്ടി ഉണ്ടോ ഇല്ലയാണ്. കാരണം ഇത് ബ്ലൈൻഡ് സ്പോട്ടാ, ഈ മിററിൽ ഒരിക്കലും കാണാത്ത സ്പോട്ടാണ്. ഈ സൈഡ് മിററിലൊന്നും കാണൂല വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ. ചിലപ്പോ വണ്ടി ഇവിടെ ഉള്ളപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാ, കണ്ണാടിയിലൊന്നും കാണാൻ വെച്ചെടുത്താൽ ആക്സിഡന്റ് ആവും. അപ്പൊ എന്ത് ചെയ്യാ, ഹെഡ് ചെക്ക് ചെയ്യാം എപ്പോഴും. അത്യാവശ്യമാണെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യാം. ലൈൻ ചേഞ്ച് ഒക്കെ കഴിയുന്നത് ഒരേ ലൈനിൽ പോകാൻ പറ്റുമെങ്കിൽ, അത്യാവശ്യം വേഗതയിൽ പോകാൻ പറ്റില്ല അതിനാണ് അതിൽ തന്നെ പോകും. പിന്നെ രണ്ട് റോഡിന്റെ നടുക്ക് കൂടെ ഓടിക്കാതിരിക്കൽ. അതായത് ലൈനിന്റെ അപ്പുറത്തും പുറത്തും വണ്ടീന്റെ വീലാക്കി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട് കുറെ. അത് ചെയ്യാതിരിക്കുക, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്താതിരിക്കുക തന്നെ. അത്രേ ഉള്ളൂ. ശരി സാറേ, മെയിനായിട്ട് ശ്രദ്ധിക്കണ്ടേ.